ഈ മരണത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഈ അദ്ദേഹത്തിൻ്റെ അന്ത്യം എപ്പോഴായിരുന്നു സംഭവിച്ചത്? ഈ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നോ? എവിടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് അടക്കമുള്ള സമഗ്ര വിവരങ്ങളിലേക്കൊന്ന് പോയാൽ. അജിംഷാദ്, കൊൽക്കത്തയിൽ വെച്ചാണ് ഇപ്പോൾ ബുദ്ധദേവിൻ്റെ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ കാലമായി തന്നെ ഇത്തരത്തിൽ ചികിത്സയിലായിരുന്നു. നിരവധി വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ ബുദ്ധദേവിനെ വേട്ടയാടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ കാലങ്ങളായി തന്നെ ദീർഘകാലമായി തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും ബുദ്ധദേവ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷവും ഈ ഒരു മരുന്നുകളുടെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്തൊക്കെ തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്കൊക്കെ തന്നെ പോയിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെയാണ് ബുദ്ധദേവിൻ്റെ ഒരു അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും മറ്റ് അസുഖങ്ങളും അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. 80 വയസ്സാണ് ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 80-ാം വയസ്സിലാണ് മുതിർന്ന CPM നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റ് ഔദ്യോഗിക വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ അറിയിക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം അല്പസമയത്തിനകം തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നതാണ് ഔദ്യോഗികമായി തന്നെയുള്ള അറിയിപ്പ്. ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ബംഗാളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും മറ്റ് ചടങ്ങുകൾ, അന്തിമ ചടങ്ങുകളൊക്കെ തന്നെ തീരുമാനിക്കുക. അത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ രാഷ്ട്രീയ ലോകത്ത് നടക്കം നിരവധി ആളുകൾ അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്. ബംഗാളിൽ നിന്നുള്ള നിരവധി നേതാക്കൾ, സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ ഒരു അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അജിംഷാദ്.